നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 ഫെബ്രുവരി 26 വ്യാഴാഴ്ച ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. തൊഴിൽപരമായ തടസ്സങ്ങൾ നീങ്ങി പുതിയ അവസരങ്ങൾ തെളിഞ്ഞു വരുന്ന ദിവസമാണിത്. ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് എത്താനുള്ള സാഹചര്യങ്ങൾ കാണുന്നു. അപ്രതീക്ഷിതമായി ബന്ധുജനങ്ങളിൽ നിന്ന് സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നത് വലിയ ആശ്വാസമാകും. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. കുടുംബത്തിൽ ചില അസ്വസ്ഥത കുറവുകൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. കുടുംബാംഗങ്ങളുമായും ബന്ധുജനങ്ങളുമായും അഭിപ്രായ വ്യത്യാസങ്ങളും കലഹങ്ങളും ഉണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. മാനസികമായ കരുത്ത് അല്പം കുറയാൻ ഇടയുള്ളതിനാൽ സംയമനം പാലിക്കുക. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. സമൂഹത്തിൽ അംഗീകാരവും ബഹുമാനവും ലഭിക്കുന്ന ദിവസമാണിത്. മാന്യതയും അന്തസ്സും വർദ്ധിക്കും. പുതിയ വാഹനം സ്വന്തമാക്കാനുള്ള ആഗ്രഹം സഫലമായേക്കാം. തൊഴിൽ മേഖലയിൽ വിജയങ്ങൾ കൈവരിക്കാനും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാനും സാധിക്കും. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. ഈ ദിവസം ശത്രുക്കളിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിൽ അല്പം മന്ദത അനുഭവപ്പെട്ടേക്കാം. മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ മനസാന്നിധ്യം കൈവിടരുത്. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. ബന്ധങ്ങളിൽ സ്നേഹവും ഐക്യവും വർദ്ധിക്കുന്നത് ശുഭദിനമാണിത്. കുടുംബാംഗങ്ങളുമായി ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ മാറുകയും മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്യും. ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ അടുപ്പവും സ്നേഹവും അനുഭവപ്പെടും. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. സ്നേഹവും പിന്തുണയുമുള്ള ഒരു പങ്കാളിയെ കണ്ടെത്താൻ ഈ ദിവസം സാഹചര്യമൊരുങ്ങും. പൊതുജന മധ്യത്തിൽ ശ്രദ്ധിക്കപ്പെടാനും പ്രശസ്തി നേടാനും അവസരങ്ങൾ ലഭിക്കും. സ്വാദിഷ്ടമായ ഭക്ഷണം ആസ്വദിക്കാനും സമ്മാനങ്ങൾ ലഭിക്കാനും ഭാഗ്യമുണ്ടാകും. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. ജീവിത പങ്കാളിക്കോ അടുത്ത ബന്ധുക്കൾക്കോ അസുഖങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധ വേണം. വയറുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകൾ, ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ, ചൂട് മൂലമുള്ള അസുഖങ്ങൾ എന്നിവ അലട്ടിയേക്കാം. അഗ്നിഭയം ഉണ്ടാകാതെ ജാഗ്രത പാലിക്കുക. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. ഭക്ഷണശീലങ്ങളിൽ വരുത്തുന്ന വീഴ്ചകൾ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. ശത്രുക്കളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾക്കും കാര്യതടസ്സങ്ങൾക്കും സാധ്യതയുണ്ട്. എല്ലാ കാര്യങ്ങളിലും തിരിച്ചടികൾ നേരിടാൻ ഇടയുള്ളതിനാൽ ക്ഷമയോടെ കാത്തിരിക്കുക. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. പ്രശസ്തി വർദ്ധിക്കുന്ന ദിവസമാണിത്. നിയമപരമായ തർക്കങ്ങളിൽ വിജയം നേടാൻ സാധ്യതയുണ്ട്. വസ്ത്രങ്ങളിലും ആഭരണങ്ങളിലും താൽപര്യം വർദ്ധിക്കും. ദീർഘകാലമായി അലട്ടിയിരുന്ന രോഗങ്ങളിൽ നിന്ന് മോചനം ലഭിച്ച ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കും. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. നല്ല സുഹൃത്തുക്കളെ ലഭിക്കാനും അവരിൽ നിന്ന് ഗുണകരമായ സഹായങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. വ്യാപാര മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച സാമ്പത്തിക പുരോഗതി പ്രതീക്ഷിക്കാം. സന്താനങ്ങളുടെ കാര്യത്തിൽ മാതാപിതാക്കൾക്ക് വലിയ ആശ്വാസം തോന്നും. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. ശാരീരിക വെല്ലുവിളികൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ വീഴ്ചകൾ സംഭവിക്കാതെ ശ്രദ്ധിക്കണം. ഉഷ്ണരോഗങ്ങൾ പോലുള്ള ദേഹാസ്വസ്ഥ്യങ്ങൾ അവഗണിക്കരുത്. പ്രിയപ്പെട്ടവരുടെ വേർപാട് മനസ്സിനെ അല്പം വിഷമിപ്പിച്ചേക്കാം. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഈ ദിവസം അതീവ ജാഗ്രത പുലർത്തണം. വീഴ്ചകൾ, മുറിവുകൾ, ചതവുകൾ എന്നിവ സംഭവിക്കാൻ സാധ്യതയുള്ളതിനാൽ സുരക്ഷാ മുൻകരുതലുകൾ എടുക്കുന്നത് നിർബന്ധമാണ്. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.